മേഘനാഥവധമറിയാതെ മകനെ നമ്മ തിരഞ്ഞ് രണഭൂമിയിലോ. നമസ്കാരം. ഇന്നിപ്പോ ഞാൻ പരിചയപ്പെടുന്നത് നമ്മുടെ ചാലക്കുടി പരിഹാരത്ത് മോതിരിക്കണികളുടെ ഒരു പാട്ടുകാരിയാണ്. ആള് കുടുംബം, അതായത് ഒരു ചെറിയൊരു പാട്ട് കുടുംബമാണ്. അപ്പൊ നമുക്ക് ആളെ പരിചയപ്പെട്ട് അതിനോട് വിശേഷങ്ങളും ആളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം. ആളുടെ പേര് ആളോട് ചോദിച്ചു നമുക്ക് ഒന്ന് പരിചയപ്പെടുത്താം പ്രേക്ഷകർക്ക്. നമസ്കാരം, ഞാൻ സാന്ദ്ര ബോസ്. എന്റെ വീട് പരിയാരത്ത് മോതിരക്കണ്ണി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. കുറച്ച് നാളുകളായിട്ട് ഈ സംഗീത രംഗത്തുണ്ട്. അതായത് സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല, സംഗീതം പഠിക്കുന്നുണ്ടായിരുന്നു, പിന്നീട് ഡ്രോപ്പ് ചെയ്തു. ഇപ്പൊ ഒരു 4-5 വർഷമായിട്ടില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് സാന്ദ്ര ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും അത് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അതായത് നമുക്ക് അറിയാൻ പറ്റും. കാരണം ചില പാട്ടുകൾ ഓണങ്ങളി പാട്ടുകളും പാടിയും, അതുപോലെ സിനിമ പാട്ടുകളും, അതുപോലെ തന്നെ വൈറലാണ് അച്ഛനും. അച്ഛനെ കാണിക്കുന്നുണ്ട് ഇതില്, നമുക്ക് കാണിക്കാം. നമുക്ക് ആളുടെ പാട്ട് വിശേഷണം നമുക്ക് ചോദിക്കാം. ഇപ്പൊ എങ്ങനെ പുതിയ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്? ഇപ്പൊ ഒരു 2 വർഷമായിട്ട് പാട്ട് പാടലൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് റെസ്റ്റിലായിരുന്നു. അതിനുശേഷം ഇപ്പൊ വീണ്ടും നാളെ ഒരു പ്രോഗ്രാമില് പാടി തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതെ, ഓണംകളി. അതെ, ഞാൻ പഠിക്കാണ്. LLB സെക്കൻഡ് ഇയർ. ഇവിടെ തൃശ്ശൂർ അയ്യന്തോട് ഗവൺമെന്റ് ലോ കോളേജിൽ സെക്കൻഡ് ഇയർ LLB പഠിക്കാണ്. ഈ പഠിത്തത്തിന്റെ ഇടയ്ക്കാണ് ഈ ഇതിനുള്ള സമയം. അതെ, സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഓ, ഉണ്ട്. ഒരു 13 വർഷത്തിന്റെ അടുത്ത് സംഗീതം ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടുണ്ട്. ക്ലാസിക്കലായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ട് 13 വർഷത്തോളം. അപ്പൊ അതെവിടെയാ പഠിച്ചത്? ഇവിടെ അടുത്ത് തന്നെയാണ്, കുറ്റിക്കാട് സിനു എന്ന് പറഞ്ഞിട്ട് മാഷിന്റെ. മെയിനായിട്ട് ഞാൻ കുറച്ച് വീഡിയോസിൽ കണ്ടിരുന്നത് ഗുരു എന്ന് പറഞ്ഞ അച്ഛനാണല്ലേ? അതെ, അച്ഛൻ നന്നായിട്ട് പാടും. അച്ഛൻ കേട്ട് പഠിച്ച് അത് നമ്മൾ എന്തായാലും അച്ഛന്റെ ഒരു ആഗ്രഹം ഇഷ്ടമാണ്. പാട്ട് ജീവനാണ്. നമുക്ക് ഏതെങ്കിലും ശ്രീകൂടം കൊണ്ടു ഞാൻ ഓമന ഉണ്ണീടേ നാവോറ് പാടുന്നേ മിറ്റത്തോരുണ്ണീടേ മിറ്റത്തോരുണ്ണീടേ പച്ചടി കാണാനും കാലേ ചേറൂപ്പത്തിൽ കാണാൻ കോതിച്ചമ്മ പെറ്റോരു നാൾ തൊട്ടേ പെറ്റോരു നാൾ തൊട്ടേ 6-ാം മാസത്തിങ്കൾ ഇട്ടോരു പേരാണ് ശ്രീലക്ഷ്മി. സ്കൂൾ ജീവിതമൊക്കെ എവിടെയായിരുന്നു? നമുക്ക് ഇവിടെ ഞാനിവിടെ അടുത്ത് തന്നെ നമ്മുടെ മോതിരക്കണ്ണി LP സ്കൂളാണ് പഠിച്ചത്. SNDP LP സ്കൂളാണ് പഠിച്ചത്. പിന്നെ അതിനുശേഷം PCGHS വെള്ളിക്കുളങ്ങര എന്ന് പറഞ്ഞിട്ട് വെള്ളിക്കുളങ്ങരയിൽ ഒരു കോൺവെന്റ് സ്കൂൾ ഉണ്ട്. അതിനുശേഷം +1 +2 ഇവിടെ ചാലക്കുടി ബോയ്സിൽ. പിന്നെ ഡിഗ്രി പഠിച്ചത് KKTM ഗവൺമെന്റ് കോളേജ് പുല്ലൂറ്റ്, അവിടെയാണ്. സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലൊക്കെ ഇങ്ങനെ മത്സരം കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലേ? ഇപ്പൊ ഇത് ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ഇങ്ങനെ മത്സരങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അച്ഛനും അമ്മയും എന്നെ എല്ലാ കാര്യങ്ങൾക്കും വിടുന്ന ആൾക്കാരാണ്. അതായത് കൂടുതലും പാട്ടാണ്? അല്ല, പാട്ടും ഡാൻസും എല്ലാം ഉണ്ട്. പഠിച്ചിട്ടൊന്നുമില്ല, കളിക്കും അത്ര തന്നെ. എല്ലാത്തിനും പങ്കെടുക്കും. ഇല്ല. സംഗീതം ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇല്ല. അവിടെയും നമുക്ക് ആർട്സ് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ പങ്കെടുക്കാറുണ്ട്. 2 വർഷത്തോളം ബ്രേക്ക് ആയിരുന്നു. അതാ, തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് വീണ്ടും നാളെ തുടങ്ങണേ ഉള്ളൂ. ഒരു നാടൻ പാട്ട് നമുക്ക് വേണ്ടിട്ട്. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. ചെന്തേങ്ങ നിറവില്ലേലും ചെന്താമര കണ്ണില്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും മുല്ലമുട്ടിൻ പല്ലില്ലേലും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. കവിത അങ്ങനെ
വല്ലതും പാടുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ആ ഉണ്ട്, പാടാറുണ്ട്. ഓർമ്മയില് രണ്ട് കവിത, രണ്ട് വരി നമുക്ക് വേണ്ടിട്ട്. ആദിരാവിന്റെ അനാദി പ്രകൃതിയിൽ ആരംഭമിട്ടോരസംസ്കൃത ചിന്തയിൽ നീറിയുടഞ്ഞു മുറഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിന്റെ ചെതുമ്പലെരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാണഗ്നി നീ. സൂരചക്രത്തിലൊതുങ്ങി വിളങ്ങിയ വീരരസത്തെ പകർന്നു കൊടുക്കയാൽ തൻ കരൾ കൊത്തി വിഴുങ്ങുവാനെത്തുന്ന വൻ കഴുകന്റെ ചിറകടിയേൽക്കിലും ഞെട്ടാതമ്യമായി തൽസിരാചക്രത്തിൽ അത്ഭുത വീര്യമായി നിന്നതാണഗ്നി നീ. അപ്പൊ ചന്ദ്രകുട്ടി, അതായത് നമ്മൾ നാളെ തുടങ്ങാൻ പോകണമെന്നല്ലേ പറഞ്ഞത്? നാളെ തുടങ്ങാൻ വെച്ചാല് നാളെ ഓണംകളി പാട്ട് പാടിയല്ലേ ഓണംകളി ടീം. ആ ഓണംകളിയെ കുറിച്ച് രണ്ടുപേര് പറയാമോ? ഓണംകളി ഞാൻ തുടങ്ങണത് 2023 മൈഥിലി കുറ്റിച്ചിറ വളരെ ഫേമസ് ആയിട്ടുള്ള ടീമാണെന്ന് അറിയാലോ. അതായത് ആ ടീമിൽ പാടി പാട്ട് ഇപ്പോഴും വൈറലായിട്ട് പേരടിച്ചു കഴിഞ്ഞാൽ അത് അത്രയും പ്രശസ്തിയിൽ നിൽക്കുകയാണ്. അതെ അതെ, എനിക്കൊരു ഐഡന്റിറ്റി തന്നത് ആ ടീമും അവര് പാടിയിട്ടുള്ള പാട്ടുമാണ്. അതെ അതെ. അതിനുശേഷം ഇപ്പൊ 2 വർഷം ബ്രേക്ക് എടുത്തു. ഇനിയിപ്പോ പാടാൻ പോകുന്നത് ഉദയ കേരള, ഇതെന്റെ നാട്ടിലുള്ള ടീമാണ്. നാട്ടിലെ അതെ അതെ ചേച്ചിമാരും എന്റെ റിലേറ്റീവ്സ് ഒക്കെ തന്നെയാണ് ആ ടീമിനകത്തുള്ളത്. അങ്ങനെ നമ്മള് ഒരുമിച്ചുള്ള ഒരു ടീമിനകത്താണ് ഞാനിപ്പോ പാടുന്നത്. 2 വർഷത്തെ ബ്രേക്ക് പൊട്ടിച്ചു കളഞ്ഞ് നാളെ വീണ്ടും രംഗത്തേക്ക് ഇറങ്ങാൻ പോകും. അപ്പൊ അതായത് പുതിയ പാട്ടാണോ? അതെ, പുതിയ പാട്ടാണ്. നമ്മുടെ രഞ്ജി ചേട്ടൻ എഴുതിയ പാട്ടാണെന്നല്ലേ? അത് വരി എങ്ങനെ പഠിച്ച് പാട്ടൊക്കെ പഠിച്ച് പെർഫോം ചെയ്യാൻ പോകണം. അതെ അതെ, നാളെ. അപ്പൊ അതിന്റെ ഒരു 2 വരി അത് ഇഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ പാടാൻ എളുപ്പമായിട്ട് തോന്നുന്നതോ എന്തായാലും കുഴപ്പമില്ല. ഞാനത് മകനെ തിരഞ്ഞ് രണഭൂമിയിലോടി നടന്ന് വദനങ്ങളിലീറനണിഞ്ഞ് എങ്ങു പോയി മറഞ്ഞു നീ എൻ പ്രാണൻ ചേർത്ത പൈതലേ. അമ്മ എന്ന താരാട്ടറിയാൻ മാറു ചുരത്തിയ മാധുര്യമേ, നീ എത്ര വളർന്നാലും എൻ മേഘനാഥൻ. അങ്ങകലെ തേരതു കണ്ടു, മണ്ണിൽ മണിമകുടം കണ്ടു, കരയുന്നൊരു പടയുടെ നടുവിൽ തലയില്ലാദേഹം കണ്ടു. ദീനരോദനങ്ങളിലാണ്ടു പിടഞ്ഞു മണ്ടോദരി. അമ്മ എന്ന താരാട്ടറിയാൻ മാറു ചുരത്തിയ മാധുര്യമേ, നീ എത്ര വളർന്നാലും എൻ മേഘനാഥൻ. അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്ക് അച്ഛനും കൂടി ഒന്ന് പരിചയപ്പെടുത്തിയാലോ? അപ്പൊ അച്ഛനും കൂടി പരിചയപ്പെടുത്തി അച്ഛനും കൂടി നിർത്തി രണ്ടുപേരുടെ ഒരു ഇഷ്ടപ്പെട്ട പാട്ട്. ചേട്ടാ പൊതുവാ ഇതാണ് നമ്മുടെ ചന്ദ്രകുട്ടിയുടെ അച്ഛൻ. ആളാണ് സാന്ദ്രയുടെ ഫസ്റ്റ് ഗുരു. അതായത് പാട്ട് പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഗുരുനാഥൻ അച്ഛൻ വീട്ടിൽ നിന്ന്. അപ്പൊ അവരെ വെച്ച് നമുക്കൊരു പാട്ട് കോമ്പോ ചെയ്ത് നോക്കാം. അതായത് ചേട്ടാ ഇഷ്ടപ്പെട്ടൊരു പാട്ട് രണ്ടുപേരും കൂടിയിട്ട്. കാണാനഴകുള്ള മാണിക്യക്കുയിലേ, കാടാറുമാസം കഴിഞ്ഞില്ലേ, അങ്കണത്തൈ മണിമാവിന്റെ കൊമ്പില് പെൺകുയിലാളൊത്ത് വന്നാട്ടെ, നിന്റെ പെൺകുയിലാളൊത്ത് വന്നാട്ടെ. കാണാനഴകുള്ള മാണിക്യക്കുയിലേ, കാടാറുമാസം കഴിഞ്ഞില്ലേ, അങ്കണത്തൈ മണിമാവിന്റെ കൊമ്പില് പെൺകുയിലാളൊത്തു വന്നാട്ടെ,
നിന്റെ പെൺകുയിലാളൊത്തു വന്നാട്ടെ. കല്ലിനുള്ളിലെ ഉറവയുണർന്നു ലല്ലലമൊഴുകി കുളിരരുവി. കല്ലിനുള്ളിലെ ഉറവയുണർന്നു ലല്ലലമൊഴുകി കുളിരരുവി. കല്ലുമലിയുന്ന പാട്ട് ചുരത്തുന്ന ചെല്ലക്കുടവുമായി വന്നാട്ടെ. കല്ലുമലിയുന്ന പാട്ട് ചുരത്തുന്ന ചെല്ലക്കുടവുമായി വന്നാട്ടെ. നിന്റെ പുള്ളുക്കുടവുമായി വന്നാട്ടെ. കാണാനഴകുള്ള മാണിക്യക്കുയിലേ, കാടാറുമാസം കഴിഞ്ഞില്ലേ. അപ്പൊ നമ്മുടെ കൂടെ ഇത്ര നേരം സമയം ചെലവിട്ട് അല്ലെ, അതായത് നാളത്തെ ഓണങ്ങളി കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നുണ്ട് ഒരു ദിവസം. ഇന്നിപ്പോ വന്നപ്പോ വൈകിപ്പോയി, ഈ രാത്രി ആയാലും. ഈ ഒരു ദിവസം പകല് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അമ്മേനെയും പരിചയപ്പെടുത്തി അച്ഛനെയും പരിചയപ്പെടുത്തി ഒന്നുകൂടി കുറച്ച് പാട്ടുകളും വിശേഷമായിട്ട് നമുക്ക് ഒന്നുകൂടി കൂടാം. അപ്പൊ എല്ലാവിധ ആശംസകളും, അതുപോലെ തന്നെ നാളെ പോയി അടിച്ചു പൊളിക്കുക, തിരിച്ചു വരവ് ഗംഭീരമാക്കുക. അതായത് റിഞ്ചു മണിച്ചന്റെ പാട്ടുള്ള നമ്മൾ പാടാൻ പോകുന്നത്, അപ്പൊ അത് കലക്കുക. അപ്പൊ എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു.